ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്ത ഇഷ്ടദാനം അല്ലെങ്കിൽ എന്തുവാട്ടെ ഒരു അച്ഛൻ മരിച്ച പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുത്തെന്ന് വെച്ചു, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ അത് തിരിച്ചു മേടിക്കണമെങ്കിൽ അയാളുടെ മനസ്സിൽ. രേണുസുതി, താങ്കൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. എന്നിട്ട് ഈ താങ്കളാണോ വന്ന് ഈ മീഡിയാസിന്റെയും ഓൺലൈൻ മീഡിയൻസിന്റെയും കൂട്ടുകാരുടെയും കൂടെ എല്ലാവരും മുന്നിൽ വന്ന് ഈ ഇദ്ദേഹത്തിനെ കൊന്ന് കളിയാക്കുന്നത് വിഷപ്പാമ്പ്, പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്ക്, അതുപോലെ തന്നെ മറ്റ് അനാവശ്യമായ വാക്കുകളൊക്കെ പറഞ്ഞ് ഈ ഇദ്ദേഹത്തിനെ കളിയാക്കുന്നതാരാ? ഈ രേണുസുതി തന്നെ. ഈ പ്രശ്നമെല്ലാം തുടക്കമിട്ടതാരാ? ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. വീടിന് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഈ പ്രശ്നം മുഴുവൻ, അല്ലെ? ഈ രേണുസുതി കാരണം ഈ പറഞ്ഞ ഈ അച്ഛനാണെങ്കിലും ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണെങ്കിലും എല്ലാ രീതിയിലും ഇവർക്ക് ദോഷമേ ഉണ്ടായിട്ടുള്ളൂ. ഇവരുടെ കൂട്ടുകാർ വന്നു വരെ ഈ അച്ഛനെ കുറിച്ചും ഈ ഫിറോസിനെ കുറിച്ചും ഒക്കെ അപവാദങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. എന്തിനാണ് അതിന്റെ ആവശ്യം? അതല്ലെങ്കിൽ രേണുസുതി പറയാം ആ രേണുസുതിയുടെ മക്കൾക്ക് ദാനം കിട്ടിയ വീടാണ് എന്നുള്ള കാര്യം രേണുസുതിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ എൻ്റെ മക്കള് താമസിക്കുന്ന ഇടമാണ് എന്നെങ്കിലും വിചാരിച്ച് രേണുസുതിക്കൊന്ന് ഈ ഓൺലൈൻ മീഡിയാസിനോടൊക്കെ മിണ്ടാതിരുന്നോടെ. എന്തിനാണ് അവരെ കീറിപതിക്കുന്ന തരത്തിലുള്ള ബൈറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്? എന്തിനാണ്? അവരോട് പറയും എനിക്ക് ആ വീടിനെ കുറിച്ചും ബാക്കിയുള്ളതിനെ കുറിച്ചും എനിക്ക് സംസാരിക്കാനില്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയും, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും എന്നൊരു വാക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ രേണുസുതി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. രേണുസുതിയുടെ ഇളയ കുഞ്ഞ് ആണ് അവിടെ താമസിക്കുന്നത്. ആ ഇളയ കുഞ്ഞിനെ വെയിലത്തുനിന്നും മഴയത്തുനിന്നും എല്ലാം കാക്കുന്ന ആരാ? ആ വീട് തന്നെയല്ല എന്തൊക്കെ വന്നാലും. അപ്പൊ ഈ രേണുസുതിക്ക് ഒരവകാശവും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ നോക്കുന്നതിനുള്ള അവർക്ക് കിടക്കാനൊരു ഇടം ഉണ്ടെങ്കിലല്ല ആ കുഞ്ഞിനെ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കുഞ്ഞിനെ നോക്കുന്ന ഇടം കൊടുത്തു തരാം ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിയും ഈ അച്ഛന്റെ സ്ഥലമാണ്. അപ്പൊ അതിന്റെ നന്ദിയെങ്കിലും രേണുസുതി കാണിക്കണമെന്ന് ഇവിടെ ആൾക്കാർ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ രേണുസുതി പറയുന്നുണ്ട് ദാനം കിട്ടിയ വസ്തു തിരിച്ചു വാങ്ങിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദാനം കിട്ടിയ വസ്തുവിന്റെ അതിന്റെ പോരായ്മകളൊക്കെ വിളിച്ചു പറയുന്നത് ശരിയാണോ? അതായത് പണ്ടൊരു പഴഞ്ചൊല്ല് പറയും, പശുവിന്റെ പല്ല് പോയി എണ്ണി നോക്കുന്നത്, ദാനം കിട്ടിയ പശുവിന്റെ പല്ല് പോയി എണ്ണി നോക്കുന്നത് നല്ലതാണോ എന്ന് കാരണവന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതേപോലെ തന്നെ അല്ലേ രേണുസുതി അവിടെ പറയുന്നത് വീടിന് ചോർച്ചയുണ്ട്, വീടിന്റെ ഏത് ഉള്ളിലോട്ട് കയറിയ സ്ഥലമാണ് തന്നിരിക്കുന്നത് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? രേണുസുതിക്ക് ഇപ്പോഴല്ലേ ഈ കാണുന്ന എല്ലാം ഉണ്ടായത്. ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് കിട്ടിയ ഒരു വസ്തുവാണ് അത്. നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു ആ സമയത്ത്. ഇപ്പൊ അതിന് വില ഉണ്ടാവില്ലായിരിക്കും. അതായത് വേറൊന്നുമില്ല, രേണുസുതി പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാ. ഇത് നിങ്ങളുടെ വീടിനെ കുറിച്ചാണ്, നിങ്ങളുടെ ഫാമിലി പരമായ കാര്യങ്ങളെ കുറിച്ച് രേണുസുതി പറയാതിരിക്കുക. അപ്പൊ ഈ പ്രശ്നമില്ല. ഇപ്പൊ രേണുസുതിക്ക് അത്യാവശ്യം ഇനാഗ്രേഷനും എല്ലാം തന്നെയാണ്, ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു ഫെയിമിൽ തന്നെയാണ് ഇപ്പൊ രേണുസുതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതങ്ങ് മുന്നോട്ട് പോകാം. പക്ഷെ ഇതിൽ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും രേണുസുതിക്ക് അറിയാവുന്ന കാര്യം. രേണുസുതി വീണ്ടും വീണ്ടും ഇവരിട്ട് മീഡിയസിന് ഇട്ട് കൊടുക്കുമ്പോൾ ഇവർക്ക് എന്താണ്, ഇവര് വെച്ച് കൊടുത്ത വീടിനകത്ത് കിടന്നിട്ട് നിങ്ങൾ ഈ തോന്നിവാസങ്ങൾ പറയാൻ നേരത്തെ ആർക്കാണ് വേദനിക്കാതിരിക്കുന്നത്? രേണുസുതി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ ദാനം കൊടുത്ത വസ്തു തിരിച്ചു ചോദിക്കുന്നതില് എനിക്ക് വലിയ അഭിപ്രായമൊന്നും ഇല്ല. പക്ഷേ ഇവർ ഇത് വെച്ച് തന്നെ വീണ്ടും 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 ഓരോന്നും പറയാൻ നേരത്ത് നമ്മളാണെങ്കിൽ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നും വസ്തു തിരിച്ചു വാങ്ങിക്കാൻ നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടുപേർക്കും ജീവിക്കാനുള്ള വകയുണ്ട്. അതായത് ഈ കിച്ചു എന്ന് പറഞ്ഞ വ്യക്തിക്കും ഉണ്ട്, രേണുസുതിക്കും ഉണ്ട്. അപ്പൊ പിന്നെ ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. എത്രയോ പേരുണ്ട് ഒന്നുമില്ലാത്ത കഴിയുന്നവര്, അവർക്ക് ലഭിക്കട്ടെ എന്ന് ചിന്തിക്കുന്നു. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അതായത് ഈ അച്ഛൻ മനസ്സ് നിറഞ്ഞു കൊടുത്തൊരു വസ്തുവായിരുന്നു. പക്ഷെ ഇവരുടെ വരും കാല ഇന്റർവ്യൂസും കാര്യങ്ങളും ഈ മീഡിയയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ കൂടി അച്ഛനാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ പുള്ളി എന്ത് ചെയ്യാൻ? അതിന് ആകെയുള്ള മാർഗം വസ്തു തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീരും എന്ന് അദ്ദേഹം വിചാരിച്ച് കാണുമായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കണം, അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ആ വസ്തു ഇപ്പൊ തിരിച്ചു വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷേ കാരണം ഇദ്ദേഹത്തിന് ഒരു കാര്യത്തിനും വലിച്ച് ഇടാൻ പാടില്ല. കാരണം അദ്ദേഹം ഇതുപോലെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവരുടെ പേര് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്ര മോശം പേര് വന്നുപോയത്. ഈ അച്ഛനെ കുറിച്ച് പറയുന്നതും ഈ ഫിറോസിനെ കുറിച്ച് പറയുന്നതും എല്ലാം നിയന്ത്രിക്കേണ്ടത് ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. എന്തൊക്കെ വന്നാലും ഏതൊക്കെ രീതി നോക്കിയാലും ഈ രേണുസുതിയുടെ ഇളയ മോൻ താമസിക്കുന്നത് ആ വീട്ടിലല്ലേ. അപ്പൊ അതിൻ്റെതായ മര്യാദ എന്നും ഇവരോട് കാണിക്കണം രേണുസുതി എന്നും. അതായത്
അതായത് ഈ അച്ഛനെയും ഈ ഹീറോസിനെയും വെറുതെ വിട്ടേക്ക്, അവരെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, അല്ലെങ്കിൽ വീടിനെ കുറിച്ചോ സ്ഥലത്തിനെ കുറിച്ചോ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഈ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ തെറ്റ് മുഴുവൻ ഉണ്ടാകുന്നത്, ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഈ കാരണം ഇവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് അവർക്ക് പോലും ഇതിനൊരു അവസരം കൊടുക്കരുത് ഈ രേണുസുതി. അപ്പൊ ഇതിന്റെ എല്ലാം കാരണം രേണുസുതിയുടെ നാവിനെ ഈ കാര്യത്തിൽ മാത്രം ഒന്ന് നിയന്ത്രിക്കുക, വേറെ ഒന്നും വേണ്ട.